ഹലോ ഫ്രണ്ട്സ്, ഹായ്, നമസ്തേ. ലൈഫ് ഓഫ് ഹേമയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉണ്ണി വെള്ളയപ്പം. ഇന്ന് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഉണ്ണി വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതായത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതായത് പാലപ്പം, തേങ്ങ, അരി കുതിർത്ത് തേങ്ങയും ഒരൽപ്പം ചോറും തേങ്ങ വെള്ളം ചേർത്ത് തലേദിവസം അരച്ച് വയ്ക്കുക. കണ്ടോ, മാവ് അരച്ച് വെച്ചാൽ നല്ല പാലപ്പം ഉണ്ടാക്കാം. അധികം ഷുഗർ, പഞ്ചസാര ഒന്നും അധികം ചേർക്കണ്ട കേട്ടോ. ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്തോളൂ. ശരീരത്തിന് നല്ലതാണെങ്കിൽ പഞ്ചസാര കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുക. ഇതാ ഞാൻ കോരി ഒഴിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കട്ട സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഞങ്ങളുടെ ചാനൽ ലൈഫ് ഓഫ് ഹേമയുടെ ചാനൽ കണ്ടോ, അങ്ങനെ തിരിച്ചാൽ ഉണ്ണി വെള്ളയപ്പം റെഡി. ഇത് കഴിക്കാനൊരു മെത്തേഡുണ്ട്. കറി എന്താണെന്നറിയോ? പഴം ചേർത്തുള്ള കുറുമ. ഉണ്ണി വെള്ളയപ്പത്തിന് ഏത്തപ്പഴം കൊണ്ട് കുറുമ ഉണ്ടാക്കും. അതാണ് ഇതിന് നല്ലത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ, നല്ലതാണ്. പാലപ്പം അരച്ച് വെച്ച മാവുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്മിലിട്ട് വേണം ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റിനുള്ളിൽ ശരിയാവും. കണ്ടോ, നല്ല പാകം വന്ന ഏത്തപ്പഴം കൊണ്ട് കുറുമ ഉണ്ടാക്കും. ഇതാണ് ഇതിന് സെറ്റ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല കമൻറ്റുകൾ ഇടണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ ഇന്നെല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു.